അപ്പം മുട്ടിന് ഒരു വേദനയുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇത് ഓസ്റ്റിയോആർട്രൈറ്റിസ് ആണെന്ന് കണ്ടുപിടിക്കുന്നത്? ഏറ്റവും എളുപ്പമുള്ള ഇൻവെസ്റ്റിഗേഷൻ അഥവാ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സ്റേ ടെസ്റ്റാണ്. എക്സ്റേ നിർത്തിയെടുക്കണം. അത് വെയിറ്റ് ബെയറിംഗ് എക്സ്റേ എടുക്കണം. നിർത്തിയിട്ടേ എടുക്കാം. മുട്ടിന് തേയ്മാനം ഉണ്ടെന്ന് ഒരിക്കലും കിടത്തി എക്സ്റേ എടുക്കരുത്. നിർത്തി എക്സ്റേ എടുക്കുക. വെയിറ്റ് ബെയറിംഗ് ആയിട്ട് എക്സ്റേ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? എത്രമാത്രം മുട്ടിന് തേയ്മാനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ആ തേയ്മാനം എത്രയുണ്ട്, ഗ്രേഡ് 2 ആണോ ഗ്രേഡ് 3 ആണെന്ന് മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ ഗ്രേഡ് 1 എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നോർമലായിട്ടുള്ള മുട്ട എക്സ്റേയിൽ പോലും MRI ചെയ്ത് കഴിഞ്ഞാൽ ഓസ്റ്റിയോആർട്രൈറ്റിസിന് ആരംഭമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളും അതിൻ്റെ കാർട്ടിലേജ് തിക്നെസ്സും ഒക്കെ നോക്കാനുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഓസ്റ്റിയോആർട്രൈറ്റിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത ചോദ്യം, ഓക്കെ എനിക്ക് സിംറ്റം ഉണ്ട്, ഞാൻ MRI ചെയ്തു, MRI ചെയ്ത് തന്നെ വളരെ ഏർലി അല്ലെ എക്സ്റേ ചെയ്തപ്പോൾ ഏർലി ഓസ്റ്റിയോആർട്രൈറ്റിസ് ഉണ്ട്, എന്താണ് ചെയ്യുക? എന്താണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ? ഈ ചികിത്സാ രീതികൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മുട്ടിൽ ഒരു വണ്ടിയുടെ ടയറിന് കാറ്റ് കുറവാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്ന് അതിൽ ലോഡ് കുറയ്ക്കും. ലോഡ് കുറയ്ക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക. ഒന്ന് വെയിറ്റ് കുറയ്ക്കുക. ഇഷ്ടംപോലെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു 10% അല്ലെങ്കിൽ 5% വെയിറ്റ് കുറച്ചാൽ, അതായത് ഒരു 50 കിലോ ഉള്ള ഒരാൾ അല്ലെങ്കിൽ 60 കിലോ ഉള്ള ഒരു 6 കിലോ കുറയ്ക്കുക, അല്ലെങ്കിൽ 5 കിലോ കുറയ്ക്കുക, 55 കിലോയിൽ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ വേദന 50% കുറയും. അതായത് 5 മുതൽ 10% വരെ വെയിറ്റ് കുറച്ചാൽ 50%, പകുതി വേദന കുറയും. ഒന്നാമത്തെ കാര്യം. എളുപ്പമല്ല കേട്ടോ. 80 കിലോ വെയിറ്റുള്ള ഒരാൾക്ക് 75 കിലോ 72 കിലോ ആയിക്കഴിഞ്ഞാൽ ഒരു 50% വെയിറ്റ് അയാളുടെ വേദന കുറയുക, മുട്ടുവേദന കുറയുക. വേദന കുറയുമ്പോൾ എന്ത് പറ്റും? കൂടുതൽ അയാൾ നടക്കും, കൂടുതൽ വേദന കുറയും. എങ്ങനെയാണ് വേദന കുറയുന്നത്? വീണ്ടും വെയിറ്റ് കുറയും. അപ്പോൾ വെയിറ്റ് കുറയുന്നത് വേദന കുറയും, വേദന കുറയുമ്പോൾ നമ്മൾ കൂടുതൽ നടക്കും, വീണ്ടും വെയിറ്റ് കുറയും, വീണ്ടും മുട്ടിന് വേദന കുറയും. അപ്പോൾ വെയിറ്റ് ലോസ് ഇസ് ദ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം നമ്മൾ ചെയ്യേണ്ടത്, വെയിറ്റ് ഉണ്ടെങ്കിലും മസിലിനെ വെയിറ്റ് ബെയർ ചെയ്യാൻ പഠിപ്പിക്കുക. അതായത് ക്വാഡ്രിസെപ്സ് മസിൽ, അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു മസിൽ. ആ മസിലിനെ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുക എന്നുള്ള ക്വാഡ്രിസെപ്സ് മസിലിനെ ശക്തിപ്പെടുത്താനുള്ള എക്സസൈസ് അവൈലബിൾ ആണ്. നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് ക്വാഡ്രിസെപ്സ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മുട്ടിലോട്ടുള്ള ലോഡ് വീണ്ടും കുറയും. വീണ്ടും കുറയുമ്പോൾ മുട്ടിൽ പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പം വേദന കുറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം മുട്ടിന് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനം. ഒന്ന് വെയിറ്റ് കുറയ്ക്കുക, രണ്ട് മുട്ടിൻ്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക. ആ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് എപ്പോഴും ആളുകൾ വിചാരിക്കും മുട്ടിന് സ്ട്രെങ്തൻ ചെയ്യണമല്ലോ, ഞാൻ സ്ക്വാറ്റിംഗ് ചെയ്യാം. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മുട്ടിൽ പ്രഷർ വരാതെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ടുള്ള 3-4 ചെറിയ എക്സസൈസ് പറഞ്ഞുതരും. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആളുകളോട് പറയാനുള്ള ഒന്ന് പതുക്കെ ചെയ്യുക. ദർ ഇസ് നോ ഹറി. ഇറ്റ്സ് എ ലോങ് ടേം. ഇത് 100 മീറ്റർ റേസ് ഒന്നുമില്ല, നമ്മൾ മാരത്തണാണ് പോകുന്നത്. പതുക്കെ ചെയ്ത് പതുക്കെ തുടങ്ങിയാൽ ആളുകൾ വളരെ കൂടുതൽ എക്സസൈസ് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? പെട്ടെന്ന് വേദന കൂടും. അതുപോലെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, മുട്ട് തേയ്മാനമുള്ളൊരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇന്ന് 5 കിലോമീറ്റർ നടക്കാം, ഇന്നലെ നടന്നിട്ടേ ഇല്ല. 5 കിലോമീറ്റർ നടക്കാമെന്ന് നടന്നു തുടങ്ങിയാൽ എന്ത് പറ്റും? അടുത്ത ദിവസം മുട്ടിന് വേദന വന്നാൽ പിന്നെ നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പതുക്കെ തുടങ്ങുക, എന്നിട്ട് പതുക്കെ മുമ്പോട്ട് പോവുക. അപ്പോൾ ഒന്ന് വെയിറ്റ് ലോസ്, രണ്ട് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്ത് അത് മോണിറ്റേർഡായിട്ട് ചെയ്ത് മസിൽസിന് ബലം കൂട്ടുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോങ് ടേമിൽ. മൂന്നാമത്തെ കാര്യങ്ങൾ, ഒന്ന് മുട്ടിന് കാർട്ടിലേജിന് സപ്ലിമെൻറ്റ് കൊടുക്കാറുണ്ട്. നമ്മൾ മുട്ടിന് ചിലർക്ക് തേയ്മാനമുള്ളവർക്ക് നീർക്കെട്ട് കാണും. അതിന് ഇൻഫ്ലമേറ്ററി ഓസ്റ്റിയോആർട്രൈറ്റിസ് എന്ന് പറയും. അത് 100 പേര് ഓസ്റ്റിയോആർട്രൈറ്റിസ് എടുക്കുകയാണെങ്കിൽ ഒരു പകുതി ആളുകൾക്കെങ്കിലും മുട്ടിന് നീർക്കെട്ടും കാണും, ഇൻഫ്ലമേറ്ററി ഓസ്റ്റിയോആർട്രൈറ്റിസ്. അപ്പോൾ നീര് കുറയ്ക്കാനുള്ള മരുന്നുകൾ അവരിൽ ചെയ്യാം. അത് പലതരത്തിലുള്ള മരുന്നുകൾ, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നീര് കുറയ്ക്കാനുള്ള മരുന്നുകൾ പലപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. നാലാമത്തെ ഒരു മെത്തേഡ് കാർട്ടിലേജിൻ്റെ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് പലപ്പോഴും ഗ്ലൂക്കോസമീൻ എന്ന് പറയുന്നത്, ഡയാസെറീൻ, അല്ലെങ്കിൽ അഫ്ലാപ്പിൻ, യൂണിവെസ്റ്റിൻ, അങ്ങനെ കുറേ മരുന്നുകളുണ്ട് കാർട്ടിലേജിനെ സപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു റോളെന്ന് പറയുന്നത് ഒരു 20 മുതൽ 30% ഉള്ളൂ. മറ്റേതാണ് 70-80% റോൾ എന്തിൻ്റെയാണ്? എക്സസൈസും വെയിറ്റ് ലോസുമാണ്. അതിൻ്റെ കൂടെ ഈ സപ്ലിമെൻറ്റ് കൂടി കൊടുത്തു കഴിയുമ്പോൾ കാർട്ടിലേജിൻ്റെ പതുക്കെ അതിൻ്റെ റീജനറേഷൻ അത് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകൾ നീർക്കെട്ട് കുറയ്ക്കുകയും ചെയ്യും. പിന്നെ വേദന സംഹാരികൾ, കഴിയുന്നതും വേദന സംഹാരികൾ ഓസ്റ്റിയോആർട്രൈറ്റിസ് യൂസ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഴിയുന്നതും പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. അത് പെയിൻ കില്ലേഴ്സ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബാക്കിയുള്ള മെത്തേഡ്സിലൂടെ ഒരു 80-90% ആളുകളെങ്കിലും നമുക്ക് മുട്ടിന് ഓപ്പറേഷൻ ചെയ്യാതെ ഈ ഒരു മെത്തേഡ്സിലൂടെ ഏർലി സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി സാധിക്കും. അത് കൂടാതെ പുതിയ തെറാപ്പീസാണ് പ്ലാസ്മ തെറാപ്പി എന്ന് പറയുന്നൊരു പുതിയ തെറാപ്പി വരുന്നുണ്ട്, സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി വരുന്നുണ്ട്. അതായത് മുട്ടിലെ കാർട്ടിലേജ് ഡാമേജ് ആയ കാർട്ടിലേജിനെ പ്ലാസ്മ വെച്ച് ഉത്തേജിപ്പിക്കുക. ഈ രണ്ടും ഒരു റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നതിലാണ്. ഇതിൻ്റെ എഫിക്കസി ഉണ്ട്, പക്ഷേ പലപ്പോഴും പലരും ക്ലെയിം ചെയ്യുന്നത് പോലെ 100% റിലീഫ് ഒന്നുമല്ല. കുറച്ച് ആളുകളിൽ ഇതും എഫക്റ്റീവാണ്. പേഷ്യൻറ്റ് സെലക്ഷൻ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്ത് നമ്മളും ചെയ്യുന്നുണ്ട്. ഇത് വളരെ കുറഞ്ഞ ചിലവിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് എഫക്റ്റീവാണ്. അതിൻ്റെ ഒരു സ്റ്റഡിയും നമ്മൾ ഈയിടെയായിട്ട് ചെയ്യുന്നത്, എത്ര ശതമാനം ആളുകൾക്ക് ഇത് എഫക്റ്റീവ് ആകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ദിവസം സംസാരിക്കാം. പിന്നെ വേറൊരു തെറാപ്പി ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ തുടങ്ങിയതാണ് ജെനിക്കുലാർ നെർവ് ബ്ലോക്ക്.
അതായത് ഒരു 80 വയസ്സുള്ള 82 വയസ്സുള്ള ഒരു അച്ഛൻ 75 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ സാധാരണ പ്രിഫർ ചെയ്യില്ല, എസ്പെഷ്യലി ആളുകൾക്ക് വേറെ അനുബന്ധ അസുഖങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ അവർക്ക് മുട്ട് വളഞ്ഞു പോയി ഗ്രേഡ് 4 ഓസ്റ്റിയോ ആർട്ടൈറ്റിസ് ആണ്. ഈ ഗ്രേഡ് 4 ഓസ്റ്റിയോ ആർട്ടൈറ്റിസ് നമ്മൾ എന്താ ചെയ്യുക? അവർക്ക് മരുന്ന് കൊടുത്താൽ ഒരു 30-40% ആളുകൾക്ക് കുറയും. ഗ്രേഡ് 4 ആയിക്കഴിഞ്ഞാൽ 50% ആളുകൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ബാക്കി 50% എന്താ ചെയ്യും? പക്ഷേ ഇവർക്ക് ഓപ്പറേഷൻ വേണ്ട. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പോഴും ഓസ്റ്റിയോ ആർട്ടൈറ്റിസ് ചികിത്സ ഞാൻ വിശ്വസിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. അല്ലാതെ മുട്ട് തേയ്മാനം വന്ന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തോന്ന് പറയുന്നതിന് മുമ്പ് പേഷ്യൻ്റ് എന്താണ് വേണ്ടത്, എന്താണ് അവർക്ക് വേണ്ട ലൈഫ് സ്റ്റൈൽ. ചിലപ്പോൾ 75 വയസ്സുള്ള അമ്മൂമ്മയ്ക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നാൽ മതി, അവർ ക്രിക്കറ്റ് കളിക്കണമെന്നോ ഫുട്ബോൾ കളിക്കണമെന്നോ ആഗ്രഹമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർക്ക് അതിനുള്ള തെറാപ്പീസ് കൊടുത്താൽ മതി. പലപ്പോഴും എക്സസൈസ് കൊണ്ടും ചെറിയ മരുന്ന് കൊണ്ടും അവർക്ക് ശിഷ്ടകാലം 10-15 വർഷം തള്ളി നീക്കാൻ സാധിക്കാം. അപ്പോൾ ഈ ഗ്രേഡ് 4 ഓസ്റ്റിയോ അല്ലെങ്കിൽ ഗ്രേഡ് 3 സിവിയർ ഓസ്റ്റിയോ ആർട്ടൈറ്റിസ് ഉണ്ട്, പ്രായമുള്ളവരാണ്, നമ്മൾ ഈ മരുന്നുകളൊക്കെ കൊടുത്തു, എക്സസൈസ് ചെയ്തു. ഞാൻ പറഞ്ഞു മരുന്നും എക്സസൈസും വെച്ച് ഗ്രേഡ് 2 ഗ്രേഡ് 3 ആണെങ്കിലും 90% ആളുകൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഗ്രേഡ് 4 പലപ്പോഴും, അതായത് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ഓസ്റ്റിയോ ആർട്ടൈറ്റിസ് എന്ന് പറയും, മുട്ടൊക്കെ വളഞ്ഞു പോയി, പക്ഷേ അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും? ജെനിക്കുലർ നെർവ് ബ്ലോക്ക് എന്ന് പറയും. അതായത് മുട്ടിന് ആ വേദന ഉണ്ടാക്കുന്ന ഞരമ്പുകളെ ചെറിയ രീതിയിൽ മരവിപ്പിക്കുന്ന ഒരു പുതിയ ചികിത്സാ രീതി നമ്മളിവിടെയും തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ വളരെ കുറച്ച് സെൻറ്റേഴ്സിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് മൊഡാലിറ്റി ഓഫ് തെറാപ്പിയാണ്. ഇവരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ്, അവരുടെ ഒരു ജീവിതശൈലി, ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം നമ്മൾ ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ട്, അതായത് നമ്മൾ ആദ്യം ഗുളിക കഴിച്ചു, എക്സസൈസ് ചെയ്തു, ഗുളികകൾ കഴിച്ചു, എന്നിട്ടും പേഷ്യൻ്റ് വേദന കുറയുന്നില്ല. അത് പേഷ്യൻ്റ് വേദന കുറയാൻ നോക്കുന്നത് വോമാക്ക് എന്ന് പറയുന്ന സ്കോറൊക്കെ വെച്ച് എത്ര ദൂരം നടക്കാൻ പറ്റും, എത്ര വേദന കുറയുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നീർക്കെട്ട് കുറയാനുള്ള മരുന്ന് കൊടുത്തു, ഇതൊന്നും കൊടുത്തിട്ട് ഇത് കുറയുന്നില്ല. അങ്ങനെ മാത്രമല്ല, അപ്പം കുറയുന്നില്ലെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻ എന്താണ്? മുട്ടുമാറ്റിവെക്കലാണ്. മുട്ടുമാറ്റിവെക്കൽ എന്ന് പറയുന്നത് നല്ലൊരു ചികിത്സാ രീതിയാണ്. പക്ഷേ അത് പേഷ്യൻ്റ് സെലക്ഷൻ അഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്ക് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ളത് പലപ്പോഴും നിങ്ങളുടെ റുമറ്റോളജിസ്റ്റുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തി, നിങ്ങളുടെ സർജനുമായിട്ട് ഡിസ്കഷൻ നടത്തി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ആർക്ക് എപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വന്തം ജോയിൻ്റാണ് ആർട്ടിഫിഷ്യൽ ജോയിൻറ്റിനേക്കാളും എന്തുകൊണ്ടും നല്ലത്. അത് പ്രിസർവ് ചെയ്യാൻ എന്ത് വില കൊടുത്ത് നമ്മൾ ശ്രമിക്കണം. അത് ശ്രമിക്കണമെങ്കിൽ ഏർലി സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്യുക. സിമ്പിൾ മെഷേഴ്സ്, വെയിറ്റ് ലോസും എക്സസൈസും കൊണ്ട് തന്നെ ഒരു 30, 40, 50% വേദന കുറയും. ബാക്കി കാർഡിയേജ് സപ്ലിമെൻറ്റ് കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഒരു 90% ആളുകളിലും നമുക്ക് നല്ല രീതിയിൽ വേദന കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അത് ഗ്രേഡ് 1 ഗ്രേഡ് 2 ആണെങ്കിൽ നമുക്കൊരു 99% കേസുകളിലും ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ശരിയാക്കാനും സാധിക്കും.